മുഖ്യമന്ത്രിയാണ് പാറ പൊട്ടിച്ചത്. പാറ പൊട്ടിക്കാൻ ഈ ഒരു സ്ഥലത്ത് പാറ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഒരു സ്ഥലത്ത് പാറ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് അവിടെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇത് വൈബ്രേഷൻ വേറെ എവിടെയെങ്കിലും ആവാം. ഇപ്പൊ കാലിൽ പാമ്പ് കടിച്ചാൽ തലയിലെത്തില്ല എന്ന് വിചാരിക്കുന്ന ആളുടെ മാതിരി ആവരുതല്ലോ. ചെറിയൊരു തുരങ്കമാണ് നമ്മുടെ കുതിരാനിലുള്ളത്. എത്ര കൊല്ലാണ് അതിന് പ്രശ്നം ഉണ്ടായത്? ഇപ്പോഴും അതിന്റെ പ്രശ്നം തീർന്നു എന്ന് പറയാറായിട്ടില്ല. കാരണം മുകളിൽ നല്ല ശക്തമായി മഴ പെയ്താൽ, പീച്ചി വനങ്ങളിൽ മഴ പെയ്താൽ അത് താഴേക്ക് വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഇപ്പോഴും ഉറപ്പില്ല. അവസാനം കൊടുത്ത പെർമിഷൻ, ആ പെർമിഷനാണ് അതിൽ ഏറ്റവും തമാശയുള്ള കാര്യം. ആ പെർമിഷൻ കൊടുക്കാൻ വേണ്ടി ആദ്യം കൊടുത്തത് എക്കോളജിക്കലി സെൻസിറ്റീവ് ആണ് ഈ പ്രദേശം എന്നത് PWDയുടെ റിപ്പോർട്ടിൽ മറച്ചു വെച്ചു. PWD കൊടുത്തില്ല. കാരണങ്ങളെങ്കിൽ വേറെ വരാം. PWD കൊടുത്തില്ല. അപ്പോൾ ടണൽ പണിതു. 1.5 കിലോമീറ്റർ ടണലുണ്ട്. നല്ല തിരക്കുള്ള റൂട്ടാണ്. ആയിരക്കണക്കിന് വണ്ടികൾ ടണലിനകത്താണ്. ആ സമയത്താണ് ഇത് വരണമെങ്കിലും. നമ്മൾ പല കഥകളും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കൊറിയയിലൊക്കെ ടണലിനകത്ത് പെട്ടുപോയ ആളുകൾ ദിവസങ്ങളോളം നിന്ന് രക്ഷപ്പെടുത്താൻ. ഇത് ഇത്രയധികം വാഹനങ്ങളില്ലെങ്കിൽ എന്ത് പറഞ്ഞ് രക്ഷപ്പെടുത്തുന്നവരാണ്? ഈ പറഞ്ഞ കണ്ടീഷൻസ് നടപ്പാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തുരങ്കപാത പണിയാൻ പറ്റില്ല എന്ന് സാമാന്യം തലയ്ക്ക് വെളിവുള്ളവർക്ക് മുഴുവൻ അറിയാം. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് നടപ്പാക്കി എന്നാണ് അന്വേഷിക്കേണ്ടത്. നമ്മുടെ വിവാദം ഇപ്പോൾ ഞങ്ങളൊക്കെ വികസന വിരുദ്ധരാണ്, അല്ലെങ്കിൽ പരിസ്ഥിതി മൗലികവാദികളാണ് എന്നൊക്കെ പറയും. കേരളം ഏറ്റവും കൂടുതൽ ഞെട്ടിയതായിരുന്നു വയനാട് ദുരന്തം. ആ ദുരന്തത്തിൽ നിന്ന് ഇന്നും വയനാട്ടിലെ ജനങ്ങൾ കരകയറിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിൽ, തുരങ്കപാത നിർമ്മിക്കുന്ന സ്ഥലത്ത് നിന്ന് മണ്ണിടിച്ചിൽ. വയനാട് പോലെ ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ വയനാട് പോലെ ഒരു ജില്ലയിൽ ഇത്തരം പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ ശക്തമായ അല്ലെങ്കിൽ വ്യക്തമായ പഠനങ്ങൾ നടത്തേണ്ടിയിരുന്നു. ഒരു ദുരന്തത്തിൽ നിന്ന് കയറാത്ത വയനാട്ടിലെ ജനങ്ങളെ മറ്റൊരു ദുരന്തത്തിലേക്ക് കൊണ്ടാക്കി. ഇത് പ്രകൃതിയാൽ ഉണ്ടായ, അല്ലെങ്കിൽ പ്രകൃതി ദേഷ്യം, അല്ലെങ്കിൽ വെറും മണ്ണിടിച്ചിലായി നമുക്കതിനെ കണക്കാക്കാൻ കഴിയില്ല, പ്രകൃതി ദുരന്തമായും കണക്കാക്കാൻ കഴിയില്ല. മനുഷ്യനിർമ്മിത ദുരന്തമല്ലേ ഇത്? യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ ദുരന്തമില്ല, പ്രകൃതിക്ക് പ്രതിഭാസങ്ങളേ ഉള്ളൂ. പ്രകൃതിക്ക് ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ ചെരിഞ്ഞ മല, അല്ലെങ്കിൽ കടലോരം, അല്ലെങ്കിൽ ചതുപ്പ് നിലം, ഇതൊക്കെ പ്രകൃതിയുടെ പ്രത്യേക പ്രതിഭാസങ്ങളാണ്. 1. 2, അതിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത് കാലാവസ്ഥാ മാറ്റം പോലെ. ഇപ്പോൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു കാലാവസ്ഥയുടെ പാറ്റേണിൽ വലിയ മാറ്റം വരുന്നു. ഇപ്പോൾ വയനാടാണല്ലോ നമ്മൾ ചർച്ച ചെയ്തത്. വയനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന പ്രദേശങ്ങളിലൊന്ന്. അത് വയനാട് എല്ലാ സ്ഥലത്തും ഒരുപോലെയല്ല. ചില സ്ഥലത്ത് 4000 മില്ലിമീറ്റർ വരെ മഴ കിട്ടും, ചില സ്ഥലത്ത് 1400 വരെ കിട്ടും. അപ്പോൾ വ്യത്യസ്തമായ മഴ കിട്ടുന്ന ഒരു പ്രദേശമാണ് വയനാടിൻ്റെ. ടോപ്പോഗ്രാഫി എന്ന് പറയുന്നത് ഇങ്ങനെ കയറി ഇറങ്ങിയുള്ള പ്രദേശങ്ങളാണ്. വലിയ മലകളും വനവും ഒരു വശത്തും ചെരിഞ്ഞ പ്രദേശങ്ങളും പരന്ന പ്രദേശങ്ങളും ഒക്കെ ഉള്ള വയനാടാണ്. അപ്പോൾ ഒരു കേരളത്തിലെ പൊതു അവസ്ഥയിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന ഡെക്കാൻ പീഠഭൂമിയുടെ പാർട്ടായി നിൽക്കുന്ന സ്ഥലമാണ് വയനാട്. ധാരാളം മഴ കിട്ടുന്നു, വനമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കാണാൻ നല്ല ഇതുണ്ട്, നല്ല ജൈവ വൈവിധ്യമുണ്ട്, ഒക്കെ നല്ലതാണ്. പക്ഷെ അതുപോലെ തന്നെ അത് ദുരന്ത മേഖലയ്ക്ക് സാധ്യതയുള്ളതാണ്. അതായത് എക്കോളജിക്കലി സെൻസിറ്റീവ് ആണ് എന്ന് നമുക്കറിയാത്തൊരു കാര്യമല്ല. എക്കോളജിക്കലി വളരെ സെൻസിറ്റീവാണ്. ഇപ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ പഴയതായി. അതായത് ഗാഡ്ഗിൽ റിപ്പോർട്ട് വരുമ്പോൾ ഇവിടെ കാലാവസ്ഥാ മാറ്റം ഇത്ര രൂക്ഷമല്ല. 2017-18 ശേഷം നമ്മൾ കാണുന്നത് കാലാവസ്ഥയിൽ വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ പോരാ. ഇപ്പൊ കാലാവസ്ഥ മാറ്റം എന്ന് വാക്ക് ഉപയോഗിക്കാറില്ല, ക്ലൈമറ്റ് ക്രൈസിസ് എന്നാണ് പറയുക. ക്ലൈമറ്റ് അൺസർട്ടനിറ്റി, ക്ലൈമറ്റ് ക്രൈസിസ്. അപ്പോൾ വലിയ തോതിലുള്ള മഴക്കുറവ് എല്ലാം ഉണ്ടാവാം. ഇതിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 2018 മുതൽ ഇങ്ങോട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ മഴ അപ്രതീക്ഷിതമായി വന്ന് പെയ്യുമ്പോൾ ആ മലയുടെ ചെരുവുകൾ, വനം, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വലിയ തോതിൽ വെള്ളം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുകയും അപ്പൊ ചെരിഞ്ഞ പ്രദേശങ്ങളിലേക്ക് ഇതിന്റെ ഭാരം വരികയും പ്രത്യേകിച്ച് മണ്ണും പാറയും തമ്മിലുള്ള ബന്ധം വേർപെടുകയും ചെയ്താൽ ഈ മണ്ണ് താഴേക്ക് ഒലിച്ചു പോരും. ആദ്യം മണ്ണ് ഒലിച്ചു പോന്നാൽ മണ്ണും പാറയും തമ്മിലുള്ള ബന്ധം പോവും. അപ്പോൾ വീണ്ടും പാറ ഒലിച്ചു പോരും. അതിൻ്റെ കൂടെയുള്ള മരങ്ങളും വീടും ആളുകളും എല്ലാം മൃഗങ്ങളും ഒക്കെ ഒലിച്ചു പോരും. ഇതിനാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത്. മണ്ണിടിച്ചിൽ എന്ന് പറയുന്നതും ഉരുൾപൊട്ടൽ എന്ന് പറയുന്നതും മണ്ണ് പല കാരണം കൊണ്ട് ഇടിയാം. ഉരുൾപൊട്ടുന്നത് ഈ പറഞ്ഞതുപോലെയാണ്. അപ്പോൾ വനത്തിനകത്ത്, എസ്റ്റേറ്റിനകത്ത്, മുകൾ ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ മണ്ണ് പിളർന്ന് അതിലേക്ക് വെള്ളം കാര്യമായി ഇറങ്ങിപ്പോരാൻ ഗ്യാപ്പുണ്ടായാൽ ഉരുൾപൊട്ടലുണ്ടാവും. ഇതാണ് നമ്മൾ പുത്തുമല മുമ്പ് കണ്ടത്. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ തവണ മേപ്പാടി, അതുപോലെയുള്ള ദുരന്തങ്ങൾ, ചൂരൽമല, മുണ്ടക്കൈ ഒക്കെ നമ്മൾ കണ്ടത്. നിരവധി ഇടങ്ങളിൽ വയനാടിൽ നിരന്തരമായി ഇങ്ങനെ ഉരുൾപൊട്ടലുകൾ ചെറുതും വലുതുമായിട്ട് ഉണ്ടാവാറുണ്ട്.
പിന്നെ മനുഷ്യർ മരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെ ഒരു ഗൗരവമായിട്ട് വിഷയമായിട്ട് എടുക്കുക. ഇപ്പോ ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് തുരങ്കപാതയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം വരുമ്പോൾ അതിനു മുമ്പ് തന്നെ വയനാട്ടിലെ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയകളെ എങ്ങനെ കാണണമെന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടും അത് കഴിഞ്ഞ് കസ്തൂരിരംഗൻ റിപ്പോർട്ടും എല്ലാ അർത്ഥത്തിലും പഠനങ്ങളും വന്നിട്ടുണ്ട്. അതിനു മുമ്പ് റിപ്പോർട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. 2018 ശേഷം ഉള്ള പ്രളയവും ഉരുൾപൊട്ടലും കഴിഞ്ഞതിന് ശേഷം കേരള ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ ADB-യും ലോകബാങ്കും UN ഏജൻസികളും ചേർന്ന് നടത്തിയ പഠന റിപ്പോർട്ടുണ്ട്. ഇപ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതുണ്ടാവും. മുഖ്യമന്ത്രി ഫോർവേഡ് ചെയ്ത് നമ്മളൊക്കെ വായിച്ച റിപ്പോർട്ടാണ് പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അനാലിസിസ്, ദുരന്തത്തിന് ശേഷമുള്ള ആവശ്യങ്ങളുടെ വിശകലനം എന്നാണ് അതിൻ്റെ നമുക്ക് വേണ്ടി പറയാം. ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ നടത്തുന്ന പലതരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാകുമായിരുന്നില്ല. ആ റിപ്പോർട്ട് മുഖ്യമന്ത്രിയാണത് റിലീസ് ചെയ്ത റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാന കാര്യം, എക്കോളജിക്കലി സെൻസിറ്റീവായ അല്ലെങ്കിൽ ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ എക്കോളജി അല്ല പ്രശ്നം, ഇപ്പോൾ ദുരന്തമാണ്. അതിൽ എക്കോളജി അല്ല പറയുന്നത്, ദുരന്ത സാധ്യതകളാണ്. പരിസ്ഥിതിയേക്കാൾ കൂടുതൽ ദുരന്തമാണ്. ആ ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഇടപെടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്നാമത് അവിടുത്തെ ടോപ്പോഗ്രഫി എന്ന് വെച്ചാൽ ഉയർച്ചാഴ്ചകൾ. 2, മണ്ണിന്റെ സ്വഭാവം. അപ്പോൾ നമ്മൾ ജിയോളജി എന്ന് പറയും, ഭൗമശാസ്ത്രം. മണ്ണിന്റെ സ്വഭാവം, അതിന്റെ പാറകൾ, മണ്ണെന്ന് പറഞ്ഞാൽ മണ്ണ് മാത്രമല്ല, പാറ, ഭൂമി, അതിന്റെ ഉപരിതലമാണ്. 3ാമത് ഹൈഡ്രോളജി. ഹൈഡ്രോളജി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ വെള്ളത്തിന്റെ ഒഴുക്ക് പുറത്തല്ലേ കാണുന്നത്, നമ്മൾ കാണുന്നേക്കാൾ വലിയ ഒഴുക്ക് ഭൂമിയുടെ അടിയിൽ വെള്ളത്തിനുണ്ട്. ഹൈഡ്രോളജിക്കൽ പാത്ത് ഉണ്ട്. ഇപ്പോൾ ഒരു വനത്തിൽ വലിയൊരു മഴ പെയ്തു, ആ വെള്ളം എങ്ങോട്ടോ ഒലിച്ചു പോണേ? ആ വെള്ളം ഇങ്ങനെ അരുവിയായി ഉറവയായി ഭൂമിയുടെ അടിയിൽ കൂടി ഒരുപാട് ജലപ്രവാഹങ്ങളുണ്ട്. അത് പഠിക്കണം. എന്താ കാര്യം വെച്ചാൽ നമ്മൾ മണ്ണിൽ ഇടപെടുമ്പോൾ ഈ മണ്ണൊരു പ്രത്യേക രീതിയിൽ ബാലൻസിലാണ് നിൽക്കണേ. പാറയും മണ്ണും മരങ്ങളും മറ്റ് സംഗതികളും എല്ലാം ചേർന്ന് ഒരു ബാലൻസിൽ നിൽക്കുകയാണ്. ഈ ബാലൻസിന് എവിടെയെങ്കിലും ഷിഫ്റ്റ് വന്നാൽ അത് അവിടെ മാത്രമല്ല വരിക, പല സ്ഥലങ്ങളിൽ വരാം. ഇതിന് ഷിഫ്റ്റ് വരാവുന്ന പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നും വേണ്ട, വളരെ ഒരു കാട്ടിൽ വലിയൊരു മരം നമ്മൾ വീണു, അതിനൊരു ഗ്യാപ്പ് ഉണ്ടായി നോക്കിയാൽ, ഒരു ചെറിയ ഗ്യാപ്പ് മതി. അവിടെയാണ് മഴ പെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല എവിടെ മഴ പെയ്യുന്നത്. കൃത്യമായി അവിടെയാണ് അതിവർഷം വരുന്നതെങ്കിൽ ഈ വെള്ളം വന്നാൽ നേരത്തെ പറഞ്ഞ ഉരുൾപൊട്ടൽ താഴേക്ക് വലിയ തോതിൽ ഉണ്ടാവാം. അത് ചിലപ്പോൾ ചെയിൻ ആക്ഷൻ ആവാം. ഒരു സ്ഥലത്ത് പൊട്ടി വേറെ സ്ഥലത്ത് പൊട്ടി. മറ്റൊന്ന്, ഒരു പാറയിൽ നമ്മൾ എന്തെങ്കിലും ആഘാതം ഏൽപ്പിച്ചാൽ പാറ കോറി ഒരു വശത്താവാം, എന്തെങ്കിലും ഖനനമാവാം. ഈ പാറയും മണ്ണും തമ്മിലുള്ള വൈബ്രേഷൻ ഉണ്ടല്ലോ, പാറയും മണ്ണും തമ്മിൽ വേർപെടും. അതിനിടയിലേക്ക് വെള്ളം ചേർന്നാലും ഇതേപോലെയുള്ള സംഭവങ്ങളുണ്ടാകും. അപ്പോൾ മണ്ണ് പോരും, പാറ പോരും, പാറ പോന്നാൽ പിന്നെ അതിന് പിന്നാലെയുള്ള മണ്ണ് പോരും. ഇത് നമ്മൾ ഫിസിക്കലായി നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല മണ്ണിന്റെ സ്വഭാവത്തിൽ പ്രശ്നമുണ്ട്. നിരന്തരം മഴ പെയ്തു കഴിഞ്ഞാൽ മണ്ണ് ആർദ്രമാവും, പശ്ചിമ അങ്ങനെയാവും. അങ്ങനെ ആർദ്രമായി കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിന് വിള്ളൽ വീഴാൻ സാധ്യതയുണ്ട്. അപ്പൊ മുകളിൽ ഉരുൾപൊട്ടി താഴെ മഴ പെയ്ത് കിടക്കുന്ന മണ്ണിലേക്ക് ഇത് വരുമ്പോൾ അവിടെയും പൊട്ടും. ഇപ്പൊ ചുരൽമലയിലും മുണ്ടക്കയിലും അങ്ങനെയുണ്ട്. ഒരു സ്ഥലത്തല്ല പൊട്ടി, ഒരു സ്ഥലത്ത് പൊട്ടി, അത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ വീണ്ടും പൊട്ടി, അങ്ങനെ ഉരുന്ന വരാം. അപ്പൊ ഇങ്ങനെ ഒരു സ്ഥലത്ത് ഏത് തരത്തിൽ ഇടപെടൽ വേണം ആകാം എന്നും എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അവഗണിച്ചിട്ടാണ് തുരങ്കപ്പാതയ്ക്ക് പോയത്. ഞാൻ തുരങ്കപ്പാത വേണോ വേണ്ടയോ എന്നുള്ള തർക്കത്തിലേക്ക് അല്ല പോണത്. തീർച്ചയായും വയനാടുകാർക്ക് പ്രശ്നമുണ്ട്. ഞാനും ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് പോകുന്ന ആളാണ്. വയനാട്ടിൽ സ്ഥിരം ജീവിക്കുന്ന ആളുകൾ സ്ഥിതി ആലോചിച്ച് പോകും. ആ ചുരത്തിൽ, താമരശ്ശേരി ചുരത്തിൽ മണിക്കൂറുകളോളം കിടക്കേണ്ടി വരികയും രോഗികളും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് പോകേണ്ടവരും ഒക്കെ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒരു പാത അവർക്ക് ആവശ്യമുണ്ട്, ഒരു ബദൽ പാത അവർക്ക് ആവശ്യമുണ്ട്. കുറ്റ്യാടി ചുരത്തിലും അത് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റേ തലശ്ശേരി പാൽച്ചുരം പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ വയനാട്ടിലേക്ക് പോകുന്ന ചുരങ്ങളാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തായിരിക്കണം അവർക്കുള്ള പരിഹാരം? ഇപ്പൊ നമുക്കൊരു രോഗം വന്നു, വളരെ ഗുരുതരമായ രോഗമാണ്. രോഗം വരുമ്പോൾ ചിലർ ഫ്രാൻറ്റിക് ആയിട്ട് കിട്ടുന്ന മരുന്നൊക്കെ കഴിക്കും. കിട്ടുന്ന മരുന്നൊക്കെ കഴിക്കുന്നത് ശാസ്ത്രീയമായ സംഗതിയല്ല. സയൻസ് കിട്ടുന്ന മരുന്ന് കഴിക്കില്ല, ചിലപ്പോൾ അത് കഴിച്ചാൽ കൂടുതലാവും. അതുകൊണ്ട് ചിലർ പറയില്ലേ, ഇപ്പൊ ആയുർവേദം എല്ലാത്തിനും നല്ല എന്ന് പറയും. പക്ഷേ ചില രോഗത്തിന് ആയുർവേദം കഴിച്ചാൽ അത് രോഗം മൂർച്ഛിക്കായി. ഇപ്പൊ കിഡ്നി അതുപോലെയുള്ള രോഗങ്ങൾക്കൊക്കെ ചില മരുന്ന് കഴിച്ചാൽ, ആയുർവേദ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ പണി തരും. അപ്പോൾ ക്രിയാറ്റിൻ കൂടുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതുപോലെ വയനാട്ടിലെ യാത്രാ ദുരിതത്തിന് എന്തെങ്കിലും പരിഹാരം വേണം എന്നർത്ഥത്തിൽ തുരങ്കപാത കൊണ്ടുവരികയും അതിന്റെ പിന്നിൽ വേറെ കുറെ ലോബികളുണ്ട്, അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ തുരങ്കം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു വലിയ മലയുടെ അടി കൂടി തുരങ്കം തുറക്കുക. 7.5 കിലോമീറ്റർ കൊണ്ട് നിങ്ങൾ ആനയ്ക്കാൻപോയിൽ നിന്ന് മേപ്പാടി
വെള്ളാടി എത്തും എന്നതാണല്ലോ ഈ തുരങ്കത്തിന്റെ പ്രത്യേകത. ഈ തുരങ്കത്തിന് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? ഒന്ന്, തുരങ്കത്തിന് നിങ്ങൾ മണ്ണ് വെട്ടുമ്പോൾ ഇതിന്റെ മീതെ മണ്ണുണ്ട്, പാറയുണ്ട്, അതിന്റെ മീതെ മരങ്ങളുണ്ട്, വനമുണ്ട്. വനം വലിയ വനപ്രദേശമാണ് അത്. അതിന്റെ മീതെ മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, എല്ലാം ഉണ്ട്. അതിന്റെ താഴെ നമ്മൾ തുറക്കണേ. അത് തുറക്കുമ്പോൾ എന്ത് ഇമ്പാക്റ്റാണ് അവിടെ ഉണ്ടാവുക? അവിടെ തന്നെ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആനത്താരകളുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, പക്ഷികളുടെ പ്രശ്നം പറഞ്ഞിട്ടുണ്ട്, ബയോഡൈവേഴ്സിറ്റി, ഇതൊക്കെ നെഗറ്റീവായി ബാധിക്കുമെന്ന് റിപ്പോർട്ടിലുണ്ട്. പിന്നെ ആനയും പക്ഷിയൊന്നും നമുക്കൊരു വിഷയമല്ലല്ലോ, പോട്ടെ, നമുക്ക് മനുഷ്യനല്ലേ പ്രധാനം. എന്നാൽ വളരെ ലളിതമായൊരു ചോദ്യം വരും. പക്ഷേ ആനത്താരയൊക്കെ പോയാലും ഇത് ചെയ്യുമ്പോൾ ഇതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, പാറ തുറക്കണമെങ്കിൽ തീർച്ചയായും ഒരു സംവിധാനം വേണം. ആ സംവിധാനം ഈ പാറയും മണ്ണും തമ്മിലുള്ള ബന്ധത്തിൽ എവിടെയൊക്കെ വിള്ളൽ ഉണ്ടാക്കാം നമുക്കറിയില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു ഭാരമാണ് ഇതൊരു പ്രത്യേക സ്ട്രക്ചറിൽ ഇങ്ങനെ താങ്ങി നിർത്തിയിട്ടുള്ളത്. അതിന് മീതെ പാറയും ഇതെല്ലാം ഉണ്ട്. അപ്പൊ ഈ ചലനം, വൈബ്രേഷൻ, പാറയും മണ്ണും തമ്മിൽ എവിടെയെങ്കിലും വേർപെടുകയും അവിടേക്ക് വലിയ തോതിൽ വെള്ളം ഇറങ്ങി വരികയും ചെയ്താൽ മണ്ണിടിഞ്ഞ് ഒരു കുഴപ്പമുണ്ടാവാം. ഇതൊരു കാര്യം. മണ്ണിന്റെ സ്വഭാവം പരിശോധിക്കണം, മണ്ണ് പരിശോധന, അതുപോലെയുള്ള കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ജലപാത, ഞാൻ നേരത്തെ പറഞ്ഞ ഹൈഡ്രോളജിക്കൽ ജലപാതയുണ്ട്. നമ്മുടെ തുരങ്കം വെട്ടുമ്പോൾ ഇതിന്റെ മീതെ കൂടിയാണ് ഈ ജലപാത പോണെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് താഴേക്ക് ഇതെല്ലാം കൂടി വീഴും, തുരങ്കവും പോകും. ഇപ്പൊ ചെറിയൊരു തുരങ്കമാണ് നമ്മുടെ കുതിരാനിലുള്ളത്. എത്ര കൊല്ലാണ് അതിന് പ്രശ്നം ഉണ്ടായത്? ഇപ്പോഴും അതിന്റെ പ്രശ്നം തീർന്നു എന്ന് പറയാറായിട്ടില്ല. കാരണം മുകളിൽ നല്ല ശക്തമായി മഴ പെയ്താൽ, പീച്ചി വനങ്ങളിൽ മഴ പെയ്താൽ അത് താഴേക്ക് വന്നാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഇപ്പോഴും ഉറപ്പില്ല. ഈ നമ്മൾ കെട്ടിയിട്ടുള്ള സാധനം കൊണ്ടൊന്നും അതിനെ താങ്ങി നിർത്താൻ പറ്റില്ല. കാരണം അത്ര ഹെവി വെയിറ്റ് ആണ്. അതുകൊണ്ട് ഇത് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ച് ഇതിന്റെ ഈ തുരങ്കം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി പല പഠനങ്ങൾ നടത്തി. പല തലങ്ങളുണ്ട്. സംസ്ഥാന പാരിസ്ഥിതിക അതോറിറ്റി ഉണ്ട്, പരിസ്ഥിതികാഘാത പഠിക്കുന്ന അതോറിറ്റി ഉണ്ട്. അതോറിറ്റി പറഞ്ഞു ഇത് നടപ്പാക്കാൻ പറ്റില്ല. 8 തവണയായിട്ട് അവർ മാറ്റിവെച്ചു. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ഇങ്ങനെ തന്നെ പ്രശ്നങ്ങളുണ്ട്. ഇത് താഴേക്ക് വരാം, ഇത് പ്രശ്നം ഉണ്ടാവാം. അപ്പോൾ അത് മാറ്റിവെച്ചു. വേറെ ചില സമ്മർദ്ദം കൊണ്ട് അത് വീണ്ടും വന്നു. പിന്നെ അവസാനം കൊടുത്ത പെർമിഷൻ, ആ പെർമിഷനാണ് അതിൽ ഏറ്റവും തമാശയുള്ള കാര്യം. ആ പെർമിഷൻ കൊടുക്കാൻ വേണ്ടി ആദ്യം കൊടുത്തത് എക്കോളജിക്കലി സെൻസിറ്റീവ് ആണ് ഈ പ്രദേശം എന്നത് PWDയുടെ റിപ്പോർട്ടിൽ മറച്ചു വെച്ചു. PWD കൊടുത്തില്ല. കാരണങ്ങളിലേക്ക് വേറെ വരാം. PWD കൊടുത്തില്ല. അപ്പോൾ നോക്കുന്ന ആളെ സംബന്ധിച്ച് എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയ കൂടി അല്ലാതെ പോണേ, പരിസ്ഥിതി ദുർബല പ്രദേശത്ത് കൂടി അല്ലാതെ പോണേന്നാണ് അവർ വിചാരിക്കണേ. ഒന്ന്. എന്നിട്ടും ഈ വയനാടാണ് ഇതിന്റെ പ്രദേശമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിന് താൽക്കാലികമായ ഒരു ഓൺലൈൻ മീറ്റിങ്ങിലാണ് അനുമതി കൊടുക്കണമെന്ന് ആലോചിക്കും. ഇത്രയും വലിയൊരു പ്രോജക്റ്റിന് അനുമതി കൊടുത്തു കഴിഞ്ഞപ്പോൾ വലിയ തോതിൽ അവർ പേടിയുണ്ട് അവർക്ക്. അവർ കുറെ കണ്ടീഷൻ വെച്ചു. സ്റ്റേറ്റിന്റെ ഒരു 25 കണ്ടീഷൻ, സെൻട്രൽ എൻവയോൺമെന്റൽ മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. അപ്പൊ അവരും വേറെ കുറെ കണ്ടീഷൻ വെച്ചു, 50 കണ്ടീഷൻ ഇട്ട് വെച്ചു. ഈ കണ്ടീഷൻ വായിച്ചാൽ എനിക്ക് ഓർമ്മ വരിക, നമ്മൾ മർച്ചന്റ് ഓഫ് വെനീസ് എന്നുള്ള നാടകം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരുത്തൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു റാത്തൽ മാംസം എടുക്കാൻ ഷൈലോക്ക് എന്ന് പറയുന്ന ദുഷ്ടൻ, മറ്റേ ബ്ലേഡ് കമ്പനിക്കാരൻ ശ്രമിക്കുന്നതും അത് തടയുമ്പോൾ അത് പറയുന്നൊരു വ്യവസ്ഥയുണ്ട്. മാംസം എടുക്കാൻ, പക്ഷെ ഒരു തുള്ളി രക്തം പോകാൻ പാടില്ല. ഒരു തുള്ളി രക്തം പോവില്ല എന്ന് ഉറപ്പുകൊണ്ട് ഒരാളുടെ ശരീരത്തിൽ നിന്ന് മാംസം എടുക്കുന്ന പോലെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തത്. ഒരു ഉദാഹരണം പറയാം. ഈ പാറ തുറക്കണമെങ്കിൽ വേണമല്ലോ, വൈബ്രേഷൻ ഉണ്ടാവാൻ പാടില്ല. പാറ തുറക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഒരു പാറ തുറക്കൽ നടക്കൂ? ഇല്ല. അപ്പോ ഒരു കണ്ടീഷൻ എഴുതിയേക്കാണ്. അതിനർത്ഥം പാറ തുറക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. പാറ തുറക്കുമ്പോൾ വൈബ്രേഷൻ ഉണ്ടാവാൻ പാടില്ല എന്ന് എഴുതി വെച്ചാൽ പാറ തുറക്കാൻ പാടില്ല എന്നർത്ഥം. പക്ഷെ അപ്പൊ രണ്ടുപേരും രക്ഷപ്പെട്ടു. എഴുതി കൊടുത്തു ഞാൻ പറഞ്ഞിട്ട് വൈബ്രേഷൻ ആവാൻ പാടില്ല എന്ന്, മറ്റോ പറഞ്ഞു ഞാൻ. അപ്പൊ എന്ത് പറ്റും? അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഹൈഡ്രോളജിക്കൽ സ്റ്റഡി നടത്തണം. ഓരോ സ്റ്റെപ്പിലും ഇത് പരിശോധിക്കണം. മണ്ണിന്റെ സ്വഭാവം പരിശോധിക്കണം. സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന വളരെ അത്ഭുതകരമായ ഒരു പ്രതിഭാസം ഉണ്ടാവും സ്ഥലമാണ്. സോയിൽ പൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം താഴെ നിന്ന് മുകളിലേക്ക് വരും. അപ്പൊ ഇങ്ങനെ ഇരിക്കും, ഇത് കുറച്ച് ഇങ്ങനെ ഇരിക്കും, ഭൂമി ഇരിക്കും. കൽപ്പറ്റയിലെ ഒരു വീട് ഇതുപോലെ ഇരുന്ന് പോയ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പാണ്, ഒരു 2017 18 പിന്നെ ഇരുന്ന് പോയ ഒരു അനുഭവം ഉണ്ടായിരുന്നു. പല സ്ഥലത്തും ഇപ്പൊ കിണർ കാണാതാവുന്നു, കിണർ മുങ്ങിപ്പോകുന്നു, കാണാതാവുന്നു. വീട്
5 അടി താഴേക്ക് പോകുന്നു. ഒരു ചതുപ്പ് പ്രദേശത്തൊന്നുമല്ല, നല്ല മലം പ്രദേശത്ത് വീട് 5 അടി താഴേക്ക് പോകുന്നു. ഇത് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്ന പ്രതിഭാസമുള്ളതാണ്. അപ്പോൾ സോയിൽ പൈപ്പിംഗ് അവിടെ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. ഏതെങ്കിലും സാധ്യതയുണ്ടോ? ഇതിൽ നമ്മുടെ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഇത് പണിയുന്ന സമയത്ത് സംഭവിച്ചാൽ ഇപ്പോഴത്തെ പോലെ കുറച്ച് ആളുകൾക്ക് ഉണ്ടാവും. ഇപ്പോൾ അധികം ആളുകൾക്കൊന്നും ഒരാൾക്ക് പറ്റിയാലും മോശമെന്നല്ല എന്നല്ല ഞാൻ പറയണേ. പക്ഷേ വലിയൊരു ദുരന്തത്തിലേക്ക് പോയി. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, ഇത് ടണൽ പണിതു, 1.5 കിലോമീറ്റർ ടണലുണ്ട്, നല്ല തിരക്കുള്ള റൂട്ടാണ്, 1000കണക്കിന് വണ്ടികൾ ടണലിനകത്താണ്. ആ സമയത്താണ് ഇത് വരണമെങ്കിലും. നമ്മൾ പല കഥകളും ഇങ്ങനെ കേട്ടിട്ടുണ്ട്. കൊറിയയിലൊക്കെ ടണലിനകത്ത് പെട്ടുപോയ ആളുകൾ ദിവസങ്ങളോളം നിന്ന് രക്ഷപ്പെടുത്താൻ. ഇത് ഇത്രയധികം വാഹനങ്ങളില്ലെങ്കിൽ എന്ത് പറഞ്ഞ് രക്ഷപ്പെടുത്തുന്നവരാണ്? ആര് രക്ഷപ്പെടുത്തുന്നവരാണ്? എന്തായിരിക്കും അതിനകത്ത് ഉണ്ടാവുന്ന സംഭവം? കുട്ടികളും സ്ത്രീകളും പ്രായമായവരും എല്ലാവരും അതിനകത്ത് പെട്ടുപോയില്ലേ? എല്ലപ്പോഴും നോക്കി. അപ്പോൾ ഞാൻ വളരെ തമാശയായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നത്, തകരാറുണ്ടാവണേ നിർമ്മാണ സമയത്ത് ഉണ്ടാവണേന്ന്. വേറൊന്നുമല്ല. അപ്പൊ നിർമ്മാണത്തിന് ഉത്തരവാദപ്പെട്ടവരല്ലേ ഉണ്ടാവുള്ളൂ. സാധാരണ മനുഷ്യർ ഒന്നും അറിയാത്ത വേഗം വയനാട്ടിൽ പോകണമെന്ന് വിചാരിച്ചു പോകുന്നു സാധാരണ മനുഷ്യർ, രോഗികൾ, വൃദ്ധർ, കുട്ടികളൊക്കെ അതിനകത്ത് വിട്ടുപോകല്ലോ. അവർ പെട്ടെന്ന് അവർക്ക് പ്രശ്നമല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ കണ്ടീഷൻസ് നടപ്പാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തുരങ്കപാത പണിയാൻ പറ്റില്ല എന്ന് സാമാന്യം തലയ്ക്ക് വെളിവുള്ളവർക്ക് മുഴുവൻ അറിയാം. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് നടപ്പാക്കിയെന്നാണ് അന്വേഷിക്കേണ്ടത്. നമ്മുടെ വിവാദം ഇപ്പോൾ ഞങ്ങളൊക്കെ വികസന വിരുദ്ധരാണ്, അല്ലെങ്കിൽ പരിസ്ഥിതി മൗലികവാദികളാണ് എന്നൊക്കെ പറയും. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ ഈ ഭൂമിയെ അറിഞ്ഞു തന്നെ ജീവിക്കണം. പരിസ്ഥിതി, ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളത് ഇന്നൊരു യാഥാർത്ഥ്യമാണ് എന്ന് അംഗീകരിക്കാതെ ഇനി ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമുക്കതിലൊന്നും ചെയ്യാനില്ല. ക്ലൈമറ്റ് മാറ്റാനൊന്നും നമ്മളെ കൊണ്ടാവില്ല. അപ്പോൾ ക്ലൈമറ്റ് വരുന്നില്ല. ഇപ്പോൾ മലമ്പ്രദേശം അല്ലാതെ വെട്ടി നിരത്തി പ്ലെയിനാക്കാൻ പറ്റില്ലല്ലോ. കാടൊക്കെ വെട്ടി നമുക്ക് റിയൽ എസ്റ്റേറ്റ് നടത്താൻ പറ്റില്ലല്ലോ. ഈ വയനാട്ടിൽ തന്നെ എത്രയധികം ബിൽഡിങ്ങുകൾ നിയമവിരുദ്ധമായി ഉണ്ടാക്കിയിട്ടുണ്ട്, റിസോർട്ടുകൾ നിയമവിരുദ്ധമായി ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മേപ്പാടി. എന്തുകൊണ്ടാണ് പലരും പറഞ്ഞൊരു കാര്യമുണ്ട്, എന്തുകൊണ്ടാണ് തുരങ്കം അവിടേക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് അവിടെയാണ് റിസോർട്ട് മാഫിയ വർക്ക് ചെയ്യണത്. അപ്പം അതിനി ഉണ്ടാക്കാൻ വേണ്ടി ഇമ്പാക്റ്റ് എന്താണെന്നറിയില്ല. ഇനി ഇപ്പം ഉണ്ടായ സംഭവം ഇത് യഥാർത്ഥത്തിൽ തുരങ്കത്തിന്റെ പണി തുടങ്ങണമുള്ളൂ നമ്മൾ. ഇത് തുരങ്കത്തിന്റെ പണി കൊണ്ടല്ല, ഇത് അവിടെ മണ്ണ് കെട്ടിക്കിടന്നുകൊണ്ടാണ് എന്നൊരു വാദമുണ്ട്. മണ്ണ് കെട്ടിക്കിടന്നത് അതിന് ഗുരുതരമാക്കി എന്നുള്ളത് ശരിയാണ്. പക്ഷേ മുഖ്യമന്ത്രിയാണ് പാറ പൊട്ടിച്ചത്. പാറ പൊട്ടിക്കാൻ ഈ ഒരു സ്ഥലത്ത് പാറ പൊട്ടിക്കുമ്പോൾ നമുക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം, ഒരു സ്ഥലത്ത് പാറ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് അവിടെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. ഇത് വൈബ്രേഷൻ വേറെ എവിടെയെങ്കിലും ആവാം. ഇപ്പൊ കാലിൽ പാമ്പ് കടിച്ചാൽ തലയിലെത്തില്ല എന്ന് വിചാരിക്കുന്ന ആളുടെ മാതിരി ആവരുതല്ലോ. കാലിൽ പാമ്പ് കടിച്ചാൽ തലച്ചോറിൽ വിഷയത്തെന്നറിയാൻ. അതുപോലെ ഇതിൻ്റെ ഒരു ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് മനസ്സിലാക്കാതെ പ്രകൃതിയിൽ ഇടപെട്ടാൽ അത് വലിയ ദുരന്തത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ തുരങ്കപാത വേണോ വേണ്ടോ എന്നുള്ള തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ. തൽക്കാലം ഇപ്പം നമുക്ക് കുറച്ച് ജീവൻ നഷ്ടപ്പെട്ടു, പാവം മനുഷ്യർ. അത് എഞ്ചിനീയർമാരും ഇവിടുന്നൊക്കെ ഉള്ള ആളുകളാന്ന് പറയുന്നത്, പുറത്തുനിന്നുള്ള ആളുകൾ. പക്ഷേ എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതിൽ വ്യവസ്ഥകൾ പാലിക്കാൻ ആർക്കാണ് ഉത്തരവാദിത്വം എന്ന അടിസ്ഥാനപരമായ ചോദ്യമുണ്ട്. കാരണം കിഫ്ബിയാണ് ഇതിൻ്റെ പ്രോജക്റ്റ് എക്സിക്യൂഷൻ. അവരത് കൊങ്കൺ റെയിൽവേ കമ്പനിക്ക് കൊടുത്തു. കൊങ്കൺ റെയിൽവേ കമ്പനി ദിലീപ് ബിൽഡ്കോൺ എന്നിട്ട് പറയുന്ന മൂന്നാമതൊരു കോൺട്രാക്ടർ കൊടുത്തു. ഇപ്പോൾ ഈ വ്യവസ്ഥ വരുന്ന ആരോടാ പറയുക? കിഫ്ബിയോടല്ലേ പറയുക? കിഫ്ബി അല്ലേ നോക്കണ്ടേ? കിഫ്ബി അത് കൊങ്കൺ റെയിൽവേയോട് പറയണ്ടേ? ഇനി ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗപ്പെട്ടു. ആ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് എപ്പോഴെങ്കിലും അവരുടെ അഭിപ്രായം ഇവരാരെങ്കിലും കേട്ടില്ല. ഒരു അഭിപ്രായം മറികടന്നിട്ടാണ് ഇതിന് പെർമിഷൻ കൊടുത്തത്. ഇപ്പൊ പറയുന്ന കേന്ദ്ര സർക്കാരിന്റെ പെർമിഷൻ ഉണ്ട്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്, എല്ലാവരുടെ പെർമിഷനും ഉണ്ട്. പക്ഷേ ഒരു റാത്തൽ മാംസം രക്തം പോവാതെ എടുക്കണം എന്ന് പറയുന്ന പോലൊരു പെർമിഷനാണ് ഷൈലോക്കിന് കൊടുത്ത പെർമിഷനാണ്. എന്നുവെച്ചാൽ നടക്കാത്ത പെർമിഷനാണ്. അപ്പൊ അതുകൊണ്ട് ആ പെർമിഷന്റെ കണ്ടീഷനൊക്കെ മാറ്റിവെച്ച് അനുമതി കിട്ടിയിട്ടുണ്ട്. അനുമതിയുണ്ട്. എന്താ അനുമതി? അനുമതിയുടെ എല്ലാ വ്യവസ്ഥകളും മാറ്റിവെച്ച് ഇത് നിർമ്മാണം നടത്തുന്നത് വലിയ ദുരന്തമുണ്ടാക്കും എന്ന് തന്നെയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇപ്പൊ ഒരു ചെറുതാണെങ്കിലും വലുതാണെങ്കിലും മനുഷ്യ ജീവനാണ്. പക്ഷെ ഇതിൽ അവസാനിച്ച് ഇതിൽ നിന്ന് എന്തെങ്കിലും പാഠം പഠിച്ചാൽ ഇതവിടെ മാത്രമല്ല, നാളെ മൂന്നാറിൽ സംഭവിക്കാം,
വേറെ എവിടെയൊക്കെ വേണമെങ്കിൽ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുന്നതിന് തടയുന്നതിന് ഇപ്പം നമുക്കിതൊരു വഴിയായെങ്കിൽ നന്നായി.